ഹായ് പ്രകാശ്, നമസ്കാരം. നമസ്കാരം. അപ്പോഴെന്തായാലും നല്ലൊരു അവസ്ഥയിലാണ് ഇലഞ്ഞൂർ ബ്ലോഗ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇലഞ്ഞൂർ ബ്ലോഗ് കഴിഞ്ഞ ഒരു ദിവസങ്ങളിൽ ചീനി പുഴുക്ക്, കപ്പ പുഴുക്കിനെ പറ്റി ഒരു വീഡിയോ ഇട്ടിരുന്നു. എന്തായാലും വിദേശത്ത് നിന്നും താങ്കൾ ഇത്തരത്തിലൊരു പുഴുക്ക് തയ്യാറാക്കി കഴിക്കുന്നത് സംബന്ധിച്ച ചില കാര്യങ്ങൾ ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പ്രേക്ഷകരുമായിട്ട് ഞങ്ങൾ പങ്കുവയ്ക്കാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് താങ്കളുടെ ഈ വിശിഷ്ടമായ ഈ ഭക്ഷണം, ഇതിൻ്റെ കാര്യങ്ങളെപ്പറ്റി നമുക്ക് ചില കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ താങ്കൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണോ ഇപ്പം ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? തീർച്ചയായിട്ടും. എന്നെ സംബന്ധിച്ചത്, ഞാൻ ഗൾഫിൽ ദീർഘകാലം ജോലി ചെയ്തൊരു വ്യക്തി എന്ന നിലയിൽ ഈ ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ വീഡിയോ കാണാൻ ഇടയാവുകയും അപ്പം അതിനെ സംബന്ധിച്ച് ഈ കപ്പയുടെ ഗുണഗണങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ കപ്പയെക്കുറിച്ച് കൂടുതൽ അറിയാനും ഈ കപ്പ കഴിക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടാവുകയും ചെയ്തത്. ശരി. അപ്പം ഞാൻ ഏകദേശം ഇവിടെ നാട്ടിലെത്തിയിട്ട് ഏകദേശം ഒരു മാസത്തോളമായി. അപ്പം നല്ല കപ്പ പുഴുങ്ങാൻ പറ്റിയ നല്ല കപ്പകൾ, പലയിനം കപ്പകൾ ഉണ്ടെങ്കിലും നമ്മൾ പുഴുങ്ങാൻ പറ്റിയ കട്ടില്ലാത്ത പല കപ്പകളും ഉണ്ട്. അത് ശരി. അപ്പം അങ്ങനെ അത്തരത്തിലൊരു കപ്പ നമ്മുടെ സുഹൃത്ത് വഴി കപ്പ കിട്ടുകയും അപ്പോൾ ആ കപ്പയാണ് ഞാനിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല രുചികരമായ നല്ല കപ്പയാണ്. അത് ശരി. അപ്പോഴേ ശ്രീ പ്രകാശ് മംഗലത്ത് ഈ പല സുഹൃത്തുക്കളും എന്നോട് ചോദിച്ചായിരുന്നു, കപ്പ നമ്മുടെ ശരീരത്തിന് ഈ ഷുഗറിൻ്റെ അസുഖം, അതായത് ഈ പ്രമേഹം ഉണ്ടാക്കുന്ന ആണല്ലോ, എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ അത് സംബന്ധിച്ച താങ്കളുടെ അഭിപ്രായം ഒന്ന് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവെച്ചാൽ കൊള്ളാമായിരുന്നു. ഇതിനെക്കുറിച്ച് ഞാനും കേട്ടിട്ടുണ്ട്. കപ്പ കഴിക്കുന്നവർക്ക് ഷുഗർ കൂടുതലായിട്ട് വർദ്ധിക്കുന്നു എന്നുള്ളൊരു സംഭവം പലരിൽ നിന്ന് ഞാൻ കേൾക്കാൻ ഇടയായിട്ടുണ്ട്. ഓക്കെ. പക്ഷെ എന്നെ സംബന്ധിച്ചും എൻ്റെ പൂർവികരും അല്ല അറിവുള്ളവരുമായിട്ട് സംബന്ധിച്ച് അവർ കപ്പ നല്ല രീതിയിൽ കഴിക്കുന്നവരായിരുന്നു. അത് ശരി. കപ്പ കഴിച്ചിട്ട് അവർ കപ്പ കഴിക്കുക മാത്രമല്ല, കപ്പ കഴിക്കുന്നതോടൊപ്പം തന്നെ നല്ല അധ്വാനശീലമായിരുന്നു. അത് ശരി. ഓക്കെ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരം അത് ആ എനർജി റിലീസ് ചെയ്ത് പോകാനായിട്ട് ഉള്ള സോഴ്സ് വേണം. അത് ശരി. അപ്പോൾ അതിന് അധ്വാനം ഒരു പ്രധാന ഘടകമാണ്. അപ്പം കപ്പ കഴിക്കുന്നതോടൊപ്പം തന്നെ പണ്ട് വയലിൽ നല്ല രീതിയിൽ അധ്വാനിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ നല്ല രീതിയിൽ കപ്പ കഴിച്ച് വയലിൽ അധ്വാനിച്ച് കഴിയുമ്പോൾ അവർക്ക് ഷുഗറും ഇല്ല, പ്രഷറും ഇല്ല, കൊളസ്ട്രോളും ഇല്ല, യാതൊരുവിധ അസുഖങ്ങളും ഇല്ല. അപ്പം നമ്മൾ കപ്പ കഴിക്കുന്നതോടൊപ്പം തന്നെ ചെറിയ അധ്വാനശീലം കൂടെ വളർത്തിയാൽ കപ്പ കഴിക്കുന്നതുകൊണ്ട് പ്രത്യേക യാതൊരു ദോഷവും ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ശരി. അപ്പോൾ ഞാൻ താങ്കളുടെ ഈ സംഭാഷണത്തിൽ എനിക്ക് മനസ്സിലായത്, വിശന്ന്, അതായത് ജോലി ചെയ്ത് വിശക്കുമ്പോൾ കഴിക്കുന്ന ഭക്ഷണം, അതിനാണ് നമുക്കൊരു സന്തോഷം ഉണ്ടാവുന്നല്ലേ? തീർച്ചയായിട്ടും. അത് ശരി. അപ്പം വിശന്ന് ശരിക്കും ജോലി ചെയ്യുക, അപ്പോഴും ശരിക്കും വിശക്കുമ്പോൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ശരീരത്തിന് പ്രയോജനപ്പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ വിലപ്പെട്ട ഉപദേശങ്ങളാണ് ഇലഞ്ഞൂർ ബ്ലോഗിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി താങ്കൾ നൽകുന്നത്. നമ്മുടെ ശരീരം നമുക്ക് വേണ്ടി പറയും ഇന്ന ഭക്ഷണം കഴിക്കണമെന്ന്. ആ ഭക്ഷണം കഴിച്ചാൽ ഒരിക്കലും ഒരു അന്യരോഗം അല്ലെങ്കിൽ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ അങ്ങനെയുള്ള യാതൊരുവിധ അസുഖങ്ങളും ഉണ്ടാകില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ താങ്കൾ ഈ ചക്കപ്പുഴുക്കിനോടൊപ്പം തന്നെ ഒരു ചമ്മന്തി കൂട്ട് തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ ഇത് എന്തെല്ലാം വസ്തുക്കൾ, അതായത് എന്തെല്ലാം സംഗതികളാണ് ഈ താങ്കൾ ഈ ചമ്മന്തി കൂട്ടിനകത്ത്? ഇതിനകത്ത് ചെറിയ ഉള്ളി, പിന്നെ കാന്താരി മുളക്, ഉണ്ടമുളക്, വെളുത്തുള്ളി, ഇത്രേ ഉള്ളൂ. വെളുത്തുള്ളി ഇത്രയും ഇടിച്ച് നല്ല രീതിയിൽ അതിനെ ഒരു ചമ്മന്തി പരുവാക്കിയിട്ട് അതിനകത്ത് 4 തുള്ളി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടായി. അപ്പം താങ്കൾ പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോഴൊരു 250-300 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന ഭക്ഷണം
ആ ഭക്ഷണത്തെക്കാട്ടിലും കൂടുതൽ താങ്കൾക്ക് സംതൃപ്തി ഇതിൽ നിന്ന് ലഭിക്കുന്നു എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. അത് വാസ്തവമാണോ? തീർച്ചയായും. നമ്മൾ 10-500 രൂപ കൊടുത്ത് വിഷം മേടിച്ച് പല ഹോട്ടലിൽ നിന്ന് കഴിക്കുന്നു. വൃത്തിയില്ല, വൃത്തിഹീനമായ സാഹചര്യത്തിൽ നമ്മൾ പല ആഹാരങ്ങളും കഴിക്കാറുണ്ട്. അതെ. അതിനെയൊക്കെ അപേക്ഷിച്ച് എത്രയോ മടങ്ങ് സമ്പുഷ്ടമായ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ, ആരോഗ്യത്തിന് ഹാനികരമില്ലാത്ത നല്ല ഫുഡാണ് ഈ പറഞ്ഞ കപ്പയും ഈ ചമ്മന്തി. ഈ ചമ്മന്തിയിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന എല്ലാ ഗുണഗണങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ കപ്പയിലും ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ അതിനോടൊപ്പം തന്നെ ഞാൻ ഇവിടെ മീൻ ചുട്ടത്. മീൻ ചുട്ടതുണ്ട്. അപ്പോൾ അത് നല്ലൊരു നല്ല, കാരണം അത് അതിന്റെ എല്ലാം തീക്കനലിൽ മൂപ്പിച്ചെടുത്താണ്. കറക്റ്റ്, തീക്കനൽ മൂപ്പിച്ച്. അപ്പോൾ ഇതൊരു നല്ലൊരു കോമ്പിനേഷൻ ആണല്ലോ. കാരണം എന്നോട് ഒത്തിരി ആളുകൾ ഇത് സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ മീൻ ചുട്ടതും ഈ ഇപ്പൊ പറയുന്ന ഈ ചമ്മന്തിക്കൂട്ടും ഈ പറയുന്ന ആ ചീനിയും വളരെ സ്വാദിഷ്ടമാണ്. കപ്പ കഴിക്കുമ്പോൾ അല്പം മീൻ കഴിക്കുന്നത്, കാരണം മീൻ മത്തി കറി വെച്ചതോ അല്ലെങ്കിൽ മത്തി ചുട്ടതോ മത്തി വറുത്തതോ ഒക്കെ നല്ലതാണ്. കാരണം മത്സ്യവും ഈ മീനുമായിട്ട് ഒരു നല്ലൊരു കോമ്പിനേഷൻ ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണകരമായ സംഗതികളാണ്. അത് ശരി. അപ്പോൾ താങ്കൾ ഈ മറ്റ് വില കൂടിയ ഭക്ഷണങ്ങളോട് പ്രതിപത്തിയുള്ള ആളാണോ, അതോ ഇത് താല്പര്യം കൊണ്ട് ഇപ്പം വിദേശത്ത് നിന്ന് ഇവിടെ വന്നതുകൊണ്ട് ഇത് കഴിക്കുവാണോ? എങ്ങനെയാണ് താങ്കളുടെ? ഒരിക്കലുമല്ല. എനിക്ക് ഈ വില കൂടിയ കുഴിമന്തി അതുപോലെ ചൈനീസ് ഫുഡിനോടൊന്നും എനിക്ക് യാതൊരു താല്പര്യമില്ല. കൂടുതലും ഞാൻ കഴിക്കാറുള്ളത് നാച്ചുറൽ ഫുഡാണ്. അത് ശരി. അതായത് നമ്മുടെ പണ്ട് പുരാതനം, നമ്മൾ ഓരോ രാജ്യത്തും ഓരോ സംസ്ഥാനത്തും ജീവിക്കുമ്പോൾ ആ തനതായ ജീവിതശൈലിയിൽ അവിടെ ഓൾറെഡി ഫുഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ശരി. നമ്മൾ ഒരിക്കലും ഒരു ചേനയോ ചീനിയോ ഗൾഫ് രാജ്യങ്ങളിൽ കിട്ടില്ല. അത് ശരി. അത് നമ്മുടെ കേരളത്തിലേ കിട്ടുള്ളൂ. കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങളാണ് ഈ പറഞ്ഞ ചീനിയും ചേനയും ചേമ്പും കാച്ചിലും കിഴങ്ങും ചക്കയും ഒക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാച്ചുറൽ ഫുഡാണ്. അതായത് നമ്മുടെ പ്രകൃതി ഭംഗിക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഭക്ഷണ രീതികളാണ് ഇതൊക്കെ. അത് ശരി. അപ്പോൾ ഈ വിദേശത്തുനിന്ന് ഇപ്പം താങ്കളെ പോലെ ഒട്ടനവധി ആളുകൾ ഇപ്പം നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ നാട്ടിലെത്തിയവരൊക്കെ അവർ ഗൾഫിൽ വിദേശത്തൊക്കെ ജോലി ചെയ്യുമ്പോഴും നിങ്ങളുടെയൊക്കെ മാസം തോറും നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവരൊക്കെ ഈ ടൗണിലൊക്കെ പോയി ഈ വില കൂടിയ ഭക്ഷണ വസ്തുക്കളൊക്കെ വാങ്ങിച്ച് കുട്ടികൾക്കൊക്കെ കൊണ്ടുപോകും, പ്രത്യേകിച്ച് പിന്നെ മോഡേൺ രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ സഹജീവികളോട്, അതായത് നമ്മുടെ കൂട്ടുകാരോടൊക്കെ എന്താണ് താങ്കൾക്ക് നിർദ്ദേശിക്കാനുള്ളത്? നാട്ടുകാരോട്, സഹജീവികളോട് പറയാനുള്ളത്, വല്ലപ്പോഴും ആകാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അത്തരത്തിലുള്ള ഫുഡ് മാസത്തിലൊരിക്കലോ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ അത്തരത്തിൽ കുട്ടികൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാം. വലിയൊരു ശീലമാക്കിയാൽ നമ്മുടെ, അതായത് ഏഷ്യൻ ഫുഡിന് അത് ഒരു വിഘടനമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഫുഡുകൾ മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്. പകരം ഈ പറഞ്ഞ കപ്പയും ചീനി കരമ്പും ഒക്കെ നമ്മൾ ഈ പറയുന്ന വിദേശ രാജ്യങ്ങളിലെ എല്ലാ ഔട്ട്ലെറ്റുകളും കിട്ടും. ലുലുവിൻ്റെ എല്ലാ ഔട്ട്ലെറ്റുകളും ഇപ്പോൾ ഈ കപ്പയും മറ്റു സംഗതികളും ഒക്കെ കിട്ടും. അത് ശരി. അപ്പോൾ അത് വാങ്ങി എന്നും കഴിക്കണമെന്നില്ല. വല്ലപ്പോഴും ഈ കപ്പയും ഈ പറഞ്ഞ കോമ്പിനേഷൻ ചമ്മന്തിയൊക്കെ കഴിച്ച് നമ്മുടെ പിള്ളേർക്ക് അവർക്കൊരു ഇങ്ങനെയും ഫുഡുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജീവിതശൈലിയിലായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നത് എന്നുള്ള ഒരു അറിവ് പകർന്നു കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അത് ശരി. അപ്പം ഇത്രയൊക്കെ ചോദിച്ച കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ട്. അപ്പോൾ ശ്രീ പ്രകാശ് മംഗലത്ത് ഈ കൃഷിയോട് ഇപ്പം സ്ഥലത്തില്ല എങ്കിൽ പോലും ഇവിടെ എന്തായാലും ഒരു 10-25 വയസ്സ് വരെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ കൃഷിയോട് എങ്ങനെയായിരുന്നു? കൃഷിയോട് താല്പര്യമോ അതോ വിമുഖതയോ എങ്ങനെയായിരുന്നു? താങ്കളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞേക്കുള്ളൂ. കൃഷിയോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ നല്ല കൃഷിക്കാരനായിരുന്നു. അത് ശരി. അദ്ദേഹം രാവിലെ മുതൽ രാത്രി വരെ കൃഷിയിൽ അധ്വാനിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിതമാർഗം തേടി ഞങ്ങളെ വളർത്തിയ ആളാണ്. അത് ശരി. അപ്പം നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ പരിസര പ്രദേശങ്ങളുടെ അടുത്ത് തന്നെ അദ്ദേഹം കൃഷി ചെയ്തിട്ടുണ്ട്. അത് ശരി. അപ്പോൾ രാത്രിയിലും പകലും, ഞാൻ രാത്രിയിൽ ഭക്ഷണം കൊണ്ട് രാത്രി പോയിട്ടുണ്ട്. അത് ശരി. പിറ്റേ രാവിലെ നമ്മൾ ആ കൃഷി സാധനങ്ങൾ മാർക്കറ്റിൽ കൊണ്ടുപോകാനായിട്ട് രാത്രിയിൽ തന്നെ ഈ പാവയ്ക്ക,
അടർത്തിയെടുക്കുന്ന ഒരു സംഭവമുണ്ട്. പാവയ്ക്ക, പടവലങ്ങ ഇതൊക്കെ അടർത്തിയെടുത്തുകൊണ്ട് രാത്രി തന്നെ മാർക്കറ്റിൻ്റെ വണ്ടി വരും. 3 മണിയോടുകൂടി മാർക്കറ്റിൽ, അത് പറക്കോട്ട് മാർക്കറ്റ്, പറക്കോട് എന്നാണ് മാർക്കറ്റാണ് നമ്മുടെ അടുത്തുള്ള ഒരു ഫേമസ് മാർക്കറ്റാണ്. പണ്ട് രാജകുടുംബങ്ങൾ, രാജാവിൻ്റെ കാലം മുതലുള്ള മാർക്കറ്റാണ്, ചന്തകളാണ്. അത് ശരി. സാധനങ്ങൾ ആൾക്കാർ കൊണ്ടുവരികയും അത് വിറ്റഴിക്കുകയും ചെയ്യുന്ന ഒരു 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 ഇടമാണ് ഈ പറക്കോട് മാർക്കറ്റ്. അപ്പോഴേ അങ്ങനെ ആ മാർക്കറ്റിൽ ഞങ്ങൾ കൊണ്ടുപോയി സെയിൽ ചെയ്തിട്ടുണ്ട്, വിറ്റിട്ടുണ്ട്. അതിൽ നിന്നുള്ള വരുമാന മാർഗം കൊണ്ട് ജീവിച്ചിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ഈ ഒരു കർഷക കുടുംബത്തിലെ അംഗം നിലയിൽ കുട്ടിക്കാലം മുതൽ തന്നെ കാർഷിക വിഭവങ്ങൾ യഥേഷ്ടം അനുഭവിച്ചിട്ടുള്ള ഒരാളൂടാ. അപ്പോൾ തീർച്ചയായിട്ടും ആ കാർഷിക വിഭവങ്ങളുടെ ആ രുചി താങ്കൾക്ക് ആ സ്വാദ് ഒരിക്കലും മറക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരു പക്ഷേ താങ്കൾ ഇത്ര നാൾ വിദേശത്ത് ആയിരുന്നു, ഇപ്പം തന്നെ നമ്മുടെ നാട്ടിൽ കൊടും ചൂടായണക്കെയും താങ്കൾക്ക് ഈ കൊടും ചൂട് ഒന്നും വലിയ ഒരു ക്ഷീണാവസ്ഥയൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതൊക്കെ ഒരു പക്ഷേ താങ്കളുടെ ഈ ആഹാര രീതി ക്രമമായി ചിട്ടപ്പെടുത്തുകൊണ്ടും, ഒപ്പം താങ്കൾ പറഞ്ഞതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് നന്നായി വിശക്കുക, ജോലി ചെയ്യുക, നന്നായി വിശയ്ക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക. അപ്പോൾ അതിലൂടെ ആർജിക്കുന്ന ഒരു കഴിവും ഒക്കെ താങ്കൾക്ക് കുട്ടിക്കാലം മുതൽ കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു ചോദ്യം, സാധാരണ ഇപ്പോഴും ആളുകളെല്ലാം തന്നെ സ്റ്റീൽ പാത്രങ്ങളിലോ അതല്ലെങ്കിൽ കളിമൺ പാത്രങ്ങളിലോ ആണ് ഈ ഭക്ഷണം കഴിക്കുക. ഞാൻ കാണുന്നത്, എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുന്നത്, താങ്കൾ ഒരു തൂശനിലയിലാണ് ഈ ചൂടോടുള്ള ഈ പുഴുക്ക് ഇട്ട് ഇത് കഴിക്കുന്നത്. അപ്പോൾ ഇത് എന്താണ് അത് സംബന്ധിച്ച് താങ്കൾക്ക് എന്താണ് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് അറിയിച്ചാൽ വളരെയധികം നല്ലതായിരിക്കും. തൂശനിലയിൽ കഴിക്കുക എന്ന് പറയുമ്പോഴേ പണ്ട് മുതലേ നമ്മൾ ചൂട് സാധനങ്ങൾ ഈ ഇലയിലേക്ക് പകരുമ്പോൾ ഇലയിലുള്ള ഒരു ഹരിതാപമായ ഒരു എനർജി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇലയിൽ നിന്ന് കിട്ടുന്ന നമുക്ക് ശരീരത്തിന് വേണ്ടുന്നതായിട്ടുള്ള പല ഊർജങ്ങളുണ്ട്. അത് നമ്മൾ ഈ ചൂട് അങ്ങോട്ട് ഇടുമ്പോൾ ഇത് നമ്മൾ അതിലേക്ക് ആഗിരണം ചെയ്യുക. ചൂട് ചോറായാലും ചൂട് കപ്പ പുഴുക്കായാലും ഇത് ഈ ഇലയിൽ ഈ ചൂട് ചെല്ലുമ്പോൾ ഈ ചൂട് ഇലയെ ആഗിരണം ചെയ്തിട്ട് ഇല വാടുന്ന ഒരു പരുവമുണ്ട്. സാർ കണ്ടിട്ടുണ്ടാവും പലപ്പോഴും. ആ ഒരു ആഗിരണം അത് നമ്മുടെ ശരീരത്തിന് അത്യന്താപേക്ഷിതമാണ്, ആവശ്യമാണ്, ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പം അത് മനസ്സിലാക്കിയിട്ടാണ് ഇലയിൽ ഞാൻ ആഹാരം കഴിക്കാറുള്ളത്. വളരെ നല്ലൊരു കാര്യമാണ്. ഒട്ടനവധി കാര്യങ്ങൾ താങ്കൾ ഈ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇലയിലെ ഭക്ഷണം കഴിക്കുന്നതിന് നമ്മൾ അറിയാതെ തന്നെ ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. നമ്മൾ ഈ ചൂട് ഭക്ഷണം ഇലയിലിടുമ്പോൾ ആ ഭക്ഷണത്തിൻ്റെ ചൂട് കൊണ്ട് ആ ഇലയിലടങ്ങിയിരിക്കുന്ന ആ പോഷക ഘടകങ്ങൾ കൂടി ആ ഭക്ഷണത്തിൽ ഉണ്ടാവുകയും നമ്മൾ അറിയാതെ തന്നെ ആ വിറ്റാമിൻ കൂടി നമ്മുടെ ശരീരത്തിൽ എത്തുകയും ചെയ്യുന്നു. അത് വളരെ വിലപ്പെട്ട ഒരു അറിവ് കൂടിയാണ്. അപ്പോൾ ഇത്രമാത്രം അറിവുകൾ ഒരുപക്ഷെ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആയിട്ടായിരിക്കാം ഇത്തരം അറിവുകൾ ഉണ്ടാകുന്നത്. കാരണം ഇപ്പോഴേ ധാരാളം പേരുമായി ഞാൻ സംസാരിച്ചാൽ ഇത്തരത്തിലുള്ള അറിവുകളൊന്നും അവർക്കൊന്നുമില്ല. അതുപോലെ തന്നെ എനിക്ക് അവസാനമായിട്ട് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഈ പലരും ഈ ഗൾഫിലൊക്കെ പോയി നല്ല ധനാഢ്യന്മാരായിട്ടൊക്കെ തിരിച്ചു വരുന്ന പലരും ഈ പറയുന്ന കപ്പ അതുപോലെ തന്നെ ചേമ്പ് കാച്ചിലൊക്കെ കാണുന്നത് ഇതെന്തുവാണ്, ഇതെനിക്കറിയില്ലല്ലോ എന്ന് ചോദിക്കുന്ന ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സംബന്ധിച്ച ഒരഭിപ്രായം കൂടെ താങ്കളുടെ ഒന്ന് നൽകിയാൽ കൊള്ളാം. അത് ഒന്നുകിൽ അവർക്ക് അറിവില്ലായ്മ അല്ലെങ്കിൽ അഹങ്കാരം, ഏതെങ്കിലും ആവാം. ഓക്കെ. അതായത് ഇത് പണ്ട് കാലങ്ങളിൽ ഇത് കഴിക്കാത്ത വീടുകൾ ചുരുക്കമാണ്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് എല്ലാവരും ദരിദ്രരായിരുന്നു, ഒരു കണക്കിന് ദരിദ്രരായിരുന്നു. അപ്പം അന്ന് അവരുടെ മുഖ്യ ആഹാരം ഈ പറഞ്ഞ കാട്ടുവർഗ്ഗങ്ങൾ, കിഴങ്ങ്, കപ്പ, ചേന, ചേമ്പ് ഇങ്ങനെയുള്ള ആഹാര പദാർത്ഥങ്ങളായിരുന്നു അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർ, ഒരു 40-45 വയസ്സുള്ള ആൾക്കാർക്കൊക്കെ തീർച്ചയായിട്ടും അറിവുണ്ടാവും. അത് ആ പ്രായത്തിലുള്ളവർ അറിയില്ല എന്ന് പറയുന്നവർ ഒന്നുകിൽ അവർ മൂഢസ്വർഗത്തിലായിരിക്കും, അല്ലെങ്കിൽ അവർ അഹങ്കാരത്തിൻ്റെ അത്യുഗ്രത്തിൽ വ്യാപിക്കുന്ന ആൾക്കാരായിരിക്കാം എന്ന് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ. അപ്പം അല്പന ഐശ്വര്യം അപ്പം എന്തായാലും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി വിലപ്പെട്ട ഒത്തിരി അറിവുകൾ പറഞ്ഞതിന് വളരെയധികം സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഞങ്ങളുടെ ഇത്തരത്തിലുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ സാദരം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.